ഈ കേരളം വളരെ അതിശയകരമായ രീതിയിലായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഫലപ്രഖ്യാപനം വരുമ്പോൾ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നല്ല ഒരു ശതമാനം MLA-മാരുണ്ടാവും. അതുകൊണ്ടാണല്ലോ BJP അവരങ്ങോട്ടും ഇങ്ങോട്ടും BJP കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല, ഒരു കൂട്ടായ നേതൃത്വമാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പഴയ CK പത്മനാഭൻ, കൃഷ്ണദാസ്, കുമ്മനം ചേട്ടൻ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇതിനകത്തുണ്ട്. ഇവരെ ആരെങ്കിലും കുറിച്ച് ഒരു രൂപയുടെ അഴിമതി പറയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പീഡന കേസുകൾ പറയാനോ ഉണ്ടോ? ഇത് പീഡനം മാത്രം, പീഡനവും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും സമൂഹത്തിൽ അർഹതപ്പെട്ടവന് ഒരു ജോലി പോലും കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാം പാർട്ടിയുടെ കൊടി പിടിച്ചു കഴിഞ്ഞാൽ അതാണ് അവരുടെ ഒരു മാനദണ്ഡം. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ ജോലി കൊടുക്കുന്നത്. എല്ലാം പാർട്ടിക്കാർക്ക് മാത്രമായി മാറി. അങ്ങനെയാണ് ഇപ്പോഴും പിൻവാതിൽ രാഷ്ട്രീയം. പിൻവാതിൽ രാഷ്ട്രീയമാണല്ലോ, എല്ലാ കാലത്തും പിൻവാതിൽ രാഷ്ട്രീയമാണ്. ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ ഏതോ ഒരു ആദ്യത്തെ കോഴ്സ് തോറ്റു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലുള്ള അതിൻ്റെ കോഴ്സിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പം ഇഷ്ടം പോലെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നത്. PSC-യിലൊക്കെ എങ്ങനെയാണ് മാർക്ക്? PSC-യിലൊന്നും പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും മാർക്ക് കിട്ടുകയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങൾ, BJP എല്ലാ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുന്ന ആളുകളാണ്. അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കണം. ഈ നമ്മുടെ സമൂഹത്തിനും ആ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസികവും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനും നാട്ടിനും ഇത് ക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അത് ഏത് മതവിഭാഗമായാലും അതിനെ ശക്തമായി BJP എതിർക്കുന്നു. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് മറ്റുള്ള മതങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് BJP ആക്രമിക്കാൻ വരുന്നത്. അത് വിദ്യാസമ്പന്നരായ ഏത് മതക്കാരും അതിപ്പോൾ വിശ്വസിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ വികസനമാണ് ആവശ്യം, നിയമത്തിൻ്റെ വികസനം. പ്രത്യേകിച്ച് നിയമത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാ വീടുകളിലും പോയിട്ടുള്ളതാണ്. ശിവൻകുട്ടി എത്ര കാലം MLA ആയി, മേയറായി, അതൊക്കെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാം? കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ദുഃഖത്തിലാണ്. ഞാൻ ചേട്ടാ BJP വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. BJP വരുമെന്ന് അല്പമെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊരു 19 സീറ്റെങ്കിലും ഇവിടെ ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളതല്ല. എന്തായാലും നമ്മൾ കോർപ്പറേഷനിൽ ഒരു സീറ്റും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ കൗൺസിലറായിരുന്ന ആളാണ് ഈ BJPക്ക്. പക്ഷേ ഇപ്പോൾ BJPക്ക് പിന്നെ 6 സീറ്റ് 4 സീറ്റൊക്കെ ആയിരുന്നു. ഒറ്റ അടിക്കാൻ 35 സീറ്റായത്. 35 സീറ്റായപ്പോൾ നമ്മുടെ ഈ കുപ്രചരണങ്ങൾ കൊണ്ട് അവിടുത്തെ വോട്ടുകളെല്ലാം ഒരു ഭാഗത്തൊക്കെ മാറി. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം 35 നിന്നത്. ഇപ്രാവശ്യം കുറേ കൂടെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. LDFന് തന്നെയാണ് ചില കൂടുതൽ ആൾക്കാരൊക്കെ വോട്ട് ചെയ്തത്. ന്യൂനപക്ഷങ്ങളെയൊക്കെ സ്വാധീനിച്ച് വോട്ട് അവർ ശേഖരിച്ചു എങ്കിൽ പോലും നല്ലൊരു ശതമാനം എല്ലാ മതവിഭാഗങ്ങളെയും വോട്ട് BJPക്ക് കിട്ടി. അതുകൊണ്ടാണ് 50 സീറ്റിലെത്തിയത്. പക്ഷേ ഒരിക്കലും ഇനി LDF വരൂ, BJP വരില്ല എന്നൊരു തോന്നലും ഒരു പ്രചരണവും ഇറക്കിയതുകൊണ്ടാണ് നമുക്ക് 50 സീറ്റ് എത്തിയത്. പക്ഷേ ഇപ്പോൾ അത് മാറി, ആ തെറ്റിദ്ധാരണ മാറി. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഇലക്ഷനും കേരളത്തിലെ ഇലക്ഷനും ഇപ്പോൾ നടക്കുകയാണ്. ഈ ഇലക്ഷൻ രാഷ്ട്രീയമായ വളരെ മാറ്റം ഉണ്ടാവും. അതോടൊപ്പം തന്നെ LDFൻ്റെയും UDFൻ്റെയും വൻ മരങ്ങൾ കടപുഴകി വീഴുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നമുക്ക് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് 9-ാം തീയതി ഇലക്ഷൻ കഴിയുകയാണ്. റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നിയമത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ, കേരളത്തിൽ അഴിമതിയില്ലാത്ത പീഡനമില്ലാത്തൊരു ഭരണം വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യും.